ഹേ ഗായ്സ്, ശ്രീ ഹിയർ. നോ നോൺസെൻസ് ഫോൺ, അതാണ് എനിക്ക് CMF ഫോൺ 1 ഒരു ടൈറ്റിൽ കൊടുക്കണമെന്ന് തോന്നി ഗൈസ്. കാരണം എന്ന് വെച്ചാൽ ഇത് ബെസ്റ്റ് ഗെയിമിംഗ് ഫോണല്ല, ഇത് ബെസ്റ്റ് ക്യാമറ ഫോണും അല്ല. പക്ഷേ ഈ പ്രൈസ് റേഞ്ചിനകത്ത് ഒരു യുണീക്കായിട്ടുള്ളൊരു നല്ലൊരു ഓൾറൗണ്ടർ ഡിവൈസ് ആയത് അത് തന്നെ നമ്മുടെ മാർക്കറ്റിൽ ഇല്ലാത്ത. ഈ പ്രൈസ് റേഞ്ചിന് എല്ലാം ഒരു ടിപ്പിക്കൽ ഫോളോയിങ് പാത്തുള്ള ഡിവൈസസാണ്. ഒരു കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യും, കുറേ സാക്രിഫൈസസ് ചെയ്യും. പക്ഷേ ഒരു ഓൾറൗണ്ടർ ഡിവൈസസ് വളരെ കുറവാണ്. CMF കറക്റ്റായിട്ട് അത് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഞാൻ യുണീക്കാന്ന് പറഞ്ഞില്ലേ, യുണീക്ക്നെസ് ഏറ്റവും കൂടുതൽ നമുക്ക് ഫീൽ ചെയ്യുന്നതിൻ്റെ ഡിസൈൻ നമുക്ക് നോക്കുമ്പോൾ മിക്കവർക്കും കേട്ടിട്ടുണ്ടും കണ്ടിട്ടുള്ളതൊക്കെ ആ കാര്യമായിരിക്കാം. ഇതിൻ്റെ ബാക്ക് റിപ്ലേസിബിളാണ്, ഒരുപാട് കളേഴ്സും ഒരു ഫങ്കി ഡിസൈൻ എലമെൻ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. കയ്യിൽ പിടിക്കാനാണെങ്കിൽ അത്യാവശ്യം ബോക്സിയാണ്, പക്ഷേ ഒരു പ്ലാസ്റ്റിക് ചീപ്പ് ഫീലൊക്കെ നമുക്ക് പലപ്പോഴും തോന്നും. ബട്ട് കീപ്പ് ഇൻ മൈൻഡ്, ഇതിന് ഡ്യൂറബിൾ സ്റ്റാൻഡ് പോയിന്റ് നോക്കുമ്പോൾ ഇവരുടെ വെബ്സൈറ്റിൽ എക്സ്റ്റെൻസീവ് ടെസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഡ്രോപ്പ് ടെസ്റ്റും പ്രഷർ ടെസ്റ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് സത്യാവസ്ഥ അറിയത്തില്ല, പക്ഷേ ഒരു പുതിയ പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് പോകുന്ന വഴി കണ്ടറിയാം. IP52 സർട്ടിഫിക്കേഷൻ ഉണ്ട്. സോ അതുകൊണ്ട് നമുക്ക് ഹോപ്പ് ചെയ്യാം ഇത് ഇച്ചിരി കൂടെ ഒരു നല്ല ഡ്യൂറബിൾ ഡിവൈസസ് ആണ്. പിന്നെ ഡിസൈനെ കുറിച്ച് ഇച്ചിരി കൂടെ പറയുകയാണെങ്കിൽ അതിനകത്തെ കയ്യിലുള്ള ഇൻഹാൻഡ് ഫീൽ ഉണ്ടല്ലോ, ആ ബാക്കിലത്തെ ആ മെറ്റീരിയൽസിൻ്റെ ഫിനിഷൊക്കെ എനിക്ക് ഓക്കെ ആയിട്ടാണ് തോന്നിയത്. ഭയങ്കര പ്ലാസ്റ്റിക് ഫീലാണെങ്കിലും നമുക്ക് കൈ പിടിക്കുമ്പോൾ അറിയാം അതൊരു ഫങ്കി ഡിവൈസ് ആണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ട്. വേറെ സംഭവം എന്ന് വെച്ചാൽ ഇതിൻ്റെ സോഫ്റ്റ്വെയർ ഹാർഡ്വെയർ ഇൻ്റഗ്രേഷനും ഭയങ്കര രസമാണ്. എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഫങ്കി ഡിസൈൻ എലമെൻറ്റ് ത്രൂ ഔട്ട് ഇതിൻ്റെ ഫോണിൻ്റെ ബോഡിയിൽ നമുക്ക് കാണാൻ പറ്റും. ആ ഡിസൈൻ എലമെൻ്റ് എല്ലാം നമ്മൾ സോഫ്റ്റ്വെയറിലോട്ട് ചെല്ലുമ്പോഴും നമുക്ക് ആ ഒരു ഫീൽ കിട്ടും. അതുകൊണ്ട് ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, ഈ പല ഫോൺസിനും ഈ റേഞ്ചിൽ കൊടുക്കാൻ പറ്റാത്തൊരു എന്താ പറയുക, ഈ സോഫ്റ്റ്വെയർ ഹാർഡ്വെയർ ഇൻ്റഗ്രേഷൻ എനിക്കിവിടെ തോന്നിയിട്ടുണ്ട്. കാരണം ഇതിൻ്റെ ഹാർഡ്വെയർ ഇതിൻ്റെ സോഫ്റ്റ്വെയർ മനസ്സിൽ വെച്ചിട്ട് ഡിസൈൻ ചെയ്തേക്കുന്നത്. അതേപോലെ വൈസ് വേഴ്സ, ഇതിൻ്റെ സോഫ്റ്റ്വെയർ ഇതിൻ്റെ ഹാർഡ്വെയർ വെച്ചിട്ടാണ് ഇംപ്ലിമെൻറ്റ് ചെയ്തേക്കുന്നത്. ആ ഒരു സിംബയോട്ടിക് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സോഫ്റ്റ്വെയർ ആൻഡ് ഹാർഡ്വെയർ പോയിന്റിലാണ്. വേറൊരു കാര്യം ഡിസൈനിൽ ആ ബെസൽസിനെ കുറിച്ച് പറയണം ഗൈസ്. അത്യാവശ്യം ഇച്ചിരി ചിഹ്നമുണ്ട് ഡിസ്പ്ലേൻ്റെ അവിടെയൊക്കെ. അത് ആ എക്സ്പീരിയൻസ് റൂയിൻ ചെയ്യുമെന്ന് വെച്ചാൽ ഒരിക്കലും ഇല്ല. ഈ പ്രൈസ് റേഞ്ചിന് ഏറെക്കുറെ മിക്ക ഫോൺസിനും ഈ ബെസൽസൊക്കെ ഉണ്ട്. ആൻഡ് ബെസൽസിൻ്റെ അകത്ത് വരുന്ന ഡിസ്പ്ലേ എൻ്റെ പൊന്നോ, കിണ്ണൺ ഡിസ്പ്ലേ എന്ന് പറഞ്ഞാൽ 2000 നിറ്റ്സ് പീക്ക് ബ്രൈറ്റ്നസ് HDR ഉള്ളപ്പം, അതേപോലെ തന്നെ 120 Hz ആണ്. നത്തിങ്ങിൻ്റെ കളർ കാലിബ്രേഷനും ഡിസ്പ്ലേ വൈബ്രൻസി എല്ലാം ഓൺ പോയിൻ്റാണ്. നമുക്ക് കാണാനും ഉപയോഗിക്കാനും എല്ലാ രീതിയിലും സ്മൂത്ത് ആയിട്ടൊരു ഡിസ്പ്ലേ. പക്ഷേ എനിക്കൊരു കാര്യം തോന്നിയെന്ന് വെച്ചാൽ നമ്മൾ എക്സ്റ്റെൻസീവായിട്ട് വെയിലത്തൊക്കെ ഉപയോഗിക്കുമ്പം 2000 നിറ്റ്സ് പീക്ക് ബ്രൈറ്റ്നസ് ക്ലെയിം ഉണ്ടെങ്കിലും അത് HDR കോണ്ടന്റിന് വേണ്ടി എനിക്ക് അത്ര ഇച്ചിരി കൂടെ ഒരു ബ്രൈറ്റ്നസ് ഉണ്ടെങ്കിൽ കൊള്ളായിരുന്നു എന്ന് തോന്നി. ജസ്റ്റ് റിമാർക്ക്. ഒരു രീതിയിലും ഡിസ്പ്ലേനെ കുറ്റപ്പെടുത്തുകയോ കാര്യങ്ങളോ ഒന്നുമില്ല. ഈ പ്രൈസ് റേഞ്ചിൽ ദി ബെസ്റ്റ് ഡിസ്പ്ലേകളിലൊന്നാണ്. പിന്നെ സ്ക്രീനിൻ്റെ എക്സ്പീരിയൻസ് മൾട്ടിമീഡിയയിലോട്ട് വരുമ്പം നമുക്ക് കിടിലമായിട്ടൊരു സ്പീക്കർ സിസ്റ്റം എന്ന് പറയാൻ പറ്റത്തില്ല. ഇതിന് സ്റ്റീരിയോ സ്പീക്കറല്ല, മോണോ സ്പീക്കറാണ്. പക്ഷേ അത്യാവശ്യം ലൗഡായിട്ടൊരു മോണോ സ്പീക്കർ തന്നെ ആയിട്ടുണ്ട്. അത് കീപ്പ് ഇൻ മൈൻഡ്. ഹാപ്റ്റിക്സിനെ കുറിച്ച് പറയുകയാണെങ്കിലും വൈബ്രേഷൻ മോട്ടർ ഒരു മിഡ് റേഞ്ച് വൈബ്രേഷൻ എന്നൊക്കെയാണ് പറയണം. എന്ന് പറഞ്ഞാൽ നമുക്കൊരു ചീപ്പ് വൈബ്രേഷൻ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഈ ഭയങ്കര ഒപ്പോ വിവോ ബഡ്ജറ്റ് ഫോണിൽ കാണുന്നൊരു വൈബ്രേഷൻ മോട്ടറായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. പക്ഷേ അതേസമയം ഭയങ്കര പ്രീമിയം ടച്ച് വരുന്ന ഹാപ്റ്റിക് കയ്യിൽ തൊടുന്നൊരു ഫീൽ ഓഫ് വൈബ്രേഷൻ നമുക്ക് ഫീൽ ചെയ്തില്ല. കുഴപ്പമില്ലാത്ത വൈബ്രേഷൻ മോട്ടറും കുഴപ്പമില്ലാത്ത അത്യാവശ്യം ലൗഡായിട്ടൊരു മോണോ സ്പീക്കറും നിങ്ങൾക്ക് കിട്ടുന്നത്. ഇനിയും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യത്തിനെ കുറിച്ച് വരാം. ദാറ്റ് ഈസ് പെർഫോമൻസ് ആൻഡ് ബാറ്ററി ലൈഫ്. ഗൈസ്, ജെനുവിൻലി എന്താ പറയുക, ഈ പ്രൈസ് റേഞ്ചിന് നമുക്ക് നല്ല പെർഫോമൻസാണ് അവർ തരുന്നത്. ഡിമെൻസിറ്റിയുടെ 7300 സീരീസ് ചിപ്പ് എന്ന് പറഞ്ഞാൽ 7050യുടെ ഒരു അപ്ഗ്രഡേഷനാണ്. അതിനകത്ത് നമുക്ക് നോക്കുമ്പോൾ PUBG ഒക്കെ ഗെയിം കളിക്കാനും എല്ലാം പറ്റും. ഇതിന് കൊടുത്തിരിക്കുന്ന GPU അത്യാവശ്യം കേപ്പബിളാണ്. ഈ പ്രൈസ് റേഞ്ചിന് കേപ്പബിളായിട്ടൊരു GPU തന്നെയാണ്. ഇപ്പോൾ PUBG ഒക്കെ 60 FPS അല്ലെങ്കിൽ ഒരു 55 FPS കോൺസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് ഗെയിം കളിക്കാൻ പറ്റുമെന്ന് പറയുന്നത് ഒരു ബഡ്ജറ്റ് ഫോണിനെ വെച്ച് ഞാൻ നോക്കുമ്പോൾ അത്യാവശ്യം പെർഫോമൻസ് കേപ്പബിലിറ്റി ഉണ്ട്. ഡേ ടു ഡേ പെർഫോമൻസും വെബ് സർഫിങ്ങും ഈ ഇൻസ്റ്റാഗ്രാം, സ്നാപ്ചാറ്റ്, ഫിൽറ്റേഴ്സ് അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളും നിങ്ങൾക്ക് വരുന്നില്ല. സോ പെർഫോമൻസ് സ്റ്റാൻഡ് പോയിന്റിൽ സോളിഡ് പെർഫോമൻസ് ഉണ്ട്. ചിലർ പറയുന്നുണ്ട് എന്താ അത്ര കിടിലൻ പെർഫോമൻസ് അല്ല. ടോപ്പ് ഓഫ് ദ ലൈൻ പെർഫോമൻസ് അല്ല. ഗെയിമിംഗ് ഒക്കെ പക്ക സെൻട്രിക്കാണ്. ഞാൻ പറയും ഇച്ചിരി 1000 രൂപയൊക്കെ കൂടിയിട്ട് IQ Z9 നോക്കാൻ. പക്ഷേ നിങ്ങൾക്കൊരു കാഷ്വൽ ഓൾറൗണ്ടർ കാഷ്വൽ ഗെയിമിങ്ങും കാഷ്വൽ യൂസേജിനൊന്നും ഒരിക്കലും ഈ പെർഫോമൻസ് കൂടുതൽ നിങ്ങൾ ഈ പ്രൈസ് റേഞ്ചിൽ ഒരിക്കലും അർഹിക്കുന്നില്ല. അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഇതൊരു ബഡ്ജറ്റ് ഫോണും കൂടെ. അതുകൊണ്ട് കീപ്പ് ഇൻ മൈൻഡ്. ആൻഡ് ബാറ്ററി ലൈഫിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഡിമെൻസിറ്റി 7300 സീരീസ് ചിപ്പ്, അതൊരു 4 നാനോമീറ്റർ ചിപ്പാണ്. അത് തന്നെ ഒരു പെർഫോമൻസ് ജങ്ക് ചിപ്പ് അല്ലാത്തതുകൊണ്ട് ഈസി 2 ഡേ എന്ന് എൻ്റെ യൂസേജിൽ എനിക്ക് പറയാൻ പറ്റും. കാരണം എന്ന് വെച്ചാൽ ഈ ജസ്റ്റ് ലൈറ്റ് ഫോൺ വിളി, കാഷ്വൽ യൂസേജ്, ടെക്സ്റ്റിങ്ങും ഇടയ്ക്കിടയ്ക്ക് ഫോട്ടോ ഒക്കെ എടുക്കുന്ന യൂസേജ് ആണെങ്കിൽ നിങ്ങൾക്ക് 7 hours പ്ലസ് സ്ക്രീൻ ഓൺ ടൈം ക്ലെയിം ചെയ്യാൻ പറ്റുന്നൊരു ഫോണാണ്. റിയലി ഗുഡ്, റിയലി ഗുഡ്. അതിന് കൂടെ 120 Hz കൂടെ ഓഫ് ചെയ്തിട്ട് 2 day ഫോർ ഷുവർ. ബാറ്ററി ലൈഫിൽ ഞാൻ ഒരുപാട് നാളത്തെ ടെസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് എന്നെ ഭയങ്കരമായിട്ട് ഇമ്പ്രസ് ചെയ്തൊരു ഫോണാണ്. ബാറ്ററി ലൈഫ് ആൻഡ് പെർഫോമൻസ് ഇസ് സോളിഡ്, ഗുഡ്. ഇനി സാധാരണ ഞാൻ ക്യാമറയെക്കുറിച്ചാണ് പോകുന്നത്, പക്ഷേ എനിക്ക് സോഫ്റ്റ്വെയറിനെ കുറിച്ച് പറയണം.
ഗൈസ്, നമ്മുടെ ഷസാം ബ്രോ പറഞ്ഞ കണക്ക് ഈ ഫോൺ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ആണ് ദ കോർ അല്ലെ പ്രൈമിലിരിക്കുന്നത്. സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസിന് ഒരു രീതിയിലും ഒരു വിട്ടുവീഴ്ച വന്നിട്ടില്ല. അത് തന്നെ വേറൊരു സംഭവം. ഈ ഫോണിനെ യുണീക്ക് ആക്കുന്ന വേറൊരു ആസ്പെക്ട് ഇതിൻ്റെ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസാണ്. ഈ പ്രൈസ് റേഞ്ചിൽ ഒരിക്കലും ഇത്രയും നല്ല സോഫ്റ്റ്വെയർ ഉള്ളൊരു ഡിവൈസ് നിങ്ങൾക്ക് കിട്ടത്തില്ല. ഇപ്പം വിവോയുടെ ഓഫറിങ്സ് ആണല്ലോ, ഒപ്പോയുടെ ഓഫറിങ്സ് ഒക്കെ, വേറെ ഏത് ഓഫറിങ്സ് ആണെങ്കിലും നോക്കുമ്പോൾ നിങ്ങൾക്ക് ബ്ലോഡ് വേഴ്സ് കാണും. അതേപോലെ ഇത്തിരി റിഫൈൻമെൻറ്റ് കുറഞ്ഞിട്ട് സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് കിട്ടുന്ന പോലെ തോന്നും. പക്ഷേ നത്തിങ്ങിൻ്റെ ഇവിടുത്തെ കിട്ടിയ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, സൂപ്പർ. നത്തിങ്ങിൻ്റെ ടോപ്പ് ഓഫ് ദി ലൈൻ ഫ്ലാഗ്ഷിപ്പ് ഡിവൈസസിനൊക്കെ കൊടുത്തേക്കുന്ന അതേ എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും. നത്തിങ്ങിൻ്റെ ഐഡിയോളജിയും കാര്യങ്ങളും ഇംപ്ലിമെൻറ്റേഷനും എല്ലാം സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ആണ്. എനിക്ക് എന്താ പറയാനുള്ളത്, ഈ ഫോണിനെ 10 ഔട്ട് ഓഫ് 10 എന്ന് പറയുന്നുണ്ട്. ഡോണ്ട് ഗെറ്റ് മീ റോങ്, ഇടയ്ക്കിടയ്ക്ക് കാഷ്വലായിട്ട് സ്റ്റഡേഴ്സും ഈ ഫ്രെയിം ഡ്രോപ്സും ഒക്കെ കാര്യങ്ങൾ ഉണ്ടാവാം. പക്ഷേ അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ ഞാൻ ഈ ഫോൺ മേടിച്ച 16,058 രൂപയ്ക്കാണ്. ആ പ്രൈസിന് എനിക്ക് സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് കോറാണ്, പ്രൈമാണ്. നിങ്ങൾക്കൊരു പക്ക ഒരു മിഡ് ടു ഹൈ റേഞ്ച് ഫ്ലാഗ്ഷിപ്പ് ഉപയോഗിക്കുന്നൊരു സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഇവിടെ കിട്ടും. അത് ഈ ഒരു റേഞ്ചിൽ വേറെ ഒരു കോമ്പറ്റീഷനും ഓഫർ ചെയ്യുന്നില്ല. ആൻഡ് ക്യാമറാസിനെ കുറിച്ച് പറയുമ്പം എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് എനിക്ക് പറയാൻ ഒന്നുമില്ല. ബെസ്റ്റ് ക്യാമറ ഇൻ ദ സെഗ്മെൻ്റ് ആണോ എന്ന് വെച്ചാൽ അല്ല. ഇതിനെക്കാട്ടി എൻ്റെ ടെസ്റ്റിംഗ് എനിക്ക് ഇഷ്ടപ്പെട്ട മോട്ടോയുടെ ഇതിൻ്റെ കോമ്പറ്റീഷൻ വരുന്ന ഫോണിൻ്റെ ക്യാമറ സിസ്റ്റമൊക്കെ. ഇതിന് വൈഡ് ആംഗിൾ ഇല്ല, ഒരു ഡെപ്ത് സെൻസർ, ഒരു 50 മെഗാ പിക്സൽ ക്യാമറയുള്ള. അത് വെച്ച് നോക്കുമ്പം വേറൊരു സംഭവം എന്ന് വെച്ചാൽ ഇതിൻ്റെ പ്രോസസ്സിങ് ടിപ്പിക്കൽ നത്തിങ്ങിൻ്റെ പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞാൽ ഇച്ചിരി ഹെവി കോൺട്രാസ്റ്റിൽ ബൂസ്റ്റിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് അങ്ങനെയൊന്നും തോന്നിയില്ല ഈ പ്രാവശ്യം അത്യാവശ്യം നാച്ചുറലായിട്ട് ഒരു പ്രോസസ്സിങ് വെച്ചേക്കുന്നത്. HDR ഒന്നും ഭയങ്കര എഫക്റ്റീവ് അല്ല എന്ന് പറഞ്ഞാൽ ക്യാമറ ഡേറ്റാസും സെൻസേഴ്സും ഒക്കെ അത്യാവശ്യം മിനിമലായിട്ട് തന്നെ അവർ യൂസ് ചെയ്യുന്നു എന്നുള്ള എനിക്ക് സംഭവം തോന്നിയേ. ഡോണ്ട് ഗെറ്റ് മീ റോങ്, എല്ലാ സിറ്റുവേഷനിലും നല്ല ലൈറ്റിങ്ങിലും ഒക്കെ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല ഫോട്ടോസ് കിട്ടും. ഫോട്ടോസിനെ കുറിച്ച് എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് എനിക്ക് ഈ പ്രൈസ് റേഞ്ചിൽ ഒന്നും പറയാനില്ല. അത് അത്യാവശ്യം നല്ല ഒരു ഗുഡ് ക്യാമറ സിസ്റ്റം. കുറ്റം പറയാനാണെങ്കിൽ നിക്ക് ചെയ്യാനാണെങ്കിൽ അവിടെ ഇവിടെയൊക്കെ കുറ്റങ്ങളുണ്ട്. പക്ഷേ ഇതിൻ്റെ കോർ സ്ട്രെങ്ത് എന്ന് എനിക്ക് തോന്നിയ ന്യൂട്രൽ, ബാലൻസ്ഡ്, സിമ്പിൾ, ഗുഡ് ലുക്കിംഗ് ഇമേജ്. വീഡിയോ സൈഡിലേക്ക് പോകണമെങ്കിൽ ഈ ഫ്രെയിമിൽ നിങ്ങൾക്ക് 4K 30 FPS കിട്ടും. ഞാൻ തുടക്കത്തിൽ വീഡിയോ എടുത്തുമ്പോൾ വിചാരിച്ചതിന് OIS ഉണ്ടെന്നാണ്, പക്ഷേ OIS ഇല്ല. ഇതിൻ്റെ EIS കിഡിലുമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇലക്ട്രോണിക് ഇമേജ് സ്റ്റേബിലൈസേഷൻ ഇച്ചിരി ക്രോപ്പിനൊക്കെ ആവുമായിരിക്കാം ഫുട്ടേജ്, പക്ഷേ നല്ലോണം സ്റ്റേബിൾ 4K ഫുട്ടേജസ് നിങ്ങൾക്ക് കിട്ടും. വീഡിയോസും ഫോട്ടോസും ഒക്കെ ഈ പ്രൈസ് റേഞ്ചിന് നിങ്ങൾക്ക് ടോപ്പ് ലെവലിൽ നോക്കുമ്പോൾ അതിന് തൊട്ട് താഴെ, അല്ലാതെ വേറെ ഒരു കുറ്റവും അങ്ങനെ നിപ്പിക്ക് ചെയ്യാനൊന്നുമില്ല. ഇതിൻ്റെ പ്രൈസ് നമ്മൾ റിവ്യൂ ചെയ്യുമ്പോൾ കൺസിഡറേറ്റീവായിട്ട് മനസ്സിൽ വെക്കുക. സോ ഈ ഫോണിനെ കുറിച്ച് അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ നിങ്ങൾക്കൊരു ക്ലാരിറ്റി അല്ലേ എൻ്റെ വേർഡിക്റ്റ് പറയണമെന്ന് വെച്ചാൽ, നിങ്ങൾക്കൊരു 1-2 വർഷത്തേക്ക്, ഇപ്പോൾ 2 വർഷത്തേക്ക് OS അപ്ഡേറ്റ് ഇവർ കൺഫേം ആയിട്ട് തരും, 3 വർഷത്തേക്ക് സെക്യൂരിറ്റി അപ്ഡേറ്റ്. നിങ്ങൾക്കൊരു സിമ്പിൾ മിനിമൽ യൂസേജ് ഒക്കെയാണ് തോന്നുന്നത്, എക്സ്റ്റെൻസീവ് ആയിട്ട് പുഷ് ചെയ്യത്തില്ല. ഒരു ഓൾറൗണ്ടർ ഫോൺ ആണെങ്കിൽ വൈ നോട്ട് CMF ഫോൺ 1. സിമ്പിൾ ഫോണാണ്, ഭയങ്കര കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും എനിക്ക് പറയില്ല. സോ ഉപയോഗിക്കാനൊക്കെ നല്ല രസമാണ്. ഇതൊരു ഈസി റെക്കമെൻഡേഷനാണ്. ഒരു കാഷ്വൽ യൂസറിന് എനിക്കിതൊരു ഈസി റെക്കമെൻഡേഷനാണ്. പക്ഷേ ഒരു നീഷ് യൂസറിനൊക്കെ വരുവാണെങ്കിൽ, ക്യാമറ ആണെങ്കിൽ ഞാൻ ഇതേ പ്രൈസ് റേഞ്ചിൽ മോട്ടോയുടെ മറ്റേ G85 ആണെന്ന് തോന്നുന്നു. അതേപോലെ പെർഫോമൻസ് ഗെയിമിംഗ് ആണെങ്കിൽ ഐക്യു യൂസറിനെ ഞാൻ റെക്കമെൻഡ് ചെയ്യും. പക്ഷേ ഒരു ഓൾറൗണ്ടർ ഈസി സിമ്പിൾ കാഷ്വൽ യൂസർ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഇത് എടുക്കാം, നിങ്ങൾ ഒരിക്കലും റിഗ്രറ്റ് ചെയ്തില്ല. വേറൊരു സംഭവം എന്ന് വെച്ചാൽ ഈ CMF എന്ന് പറഞ്ഞാൽ നത്തിങ്ങിൻ്റെ തന്നെ ഒരു സബ് ബ്രാൻഡായിട്ട് വരും. അതൊരു റിലേറ്റീവ്ലി പുതിയ ബ്രാൻഡാണ് നമ്മുടെ കമ്മ്യൂണിറ്റിയിലും ഇന്ത്യയിലും ഒക്കെ. സോ അതിൻ്റെ സർവീസ് റിലയബിലിറ്റി ഒക്കെ നോക്കുമ്പം ഇടയ്ക്കിടയ്ക്ക് കുറച്ച് കംപ്ലയിൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ പ്രൊഡക്റ്റ് ക്വാളിറ്റിയും നമുക്ക് അതിനെക്കുറിച്ചൊന്നും ജഡ്ജ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. കാരണം ബേസിക്കലി ഇതൊരു ഇൻഫൻറ്റ് സ്റ്റേജിൽ ഇരിക്കുന്നൊരു പ്രൊഡക്റ്റാണ്. അതിൻ്റെ പ്രൊഡക്റ്റ് സൈക്കിളൊന്നും ഭയങ്കരമായിട്ട് എക്സ്റ്റെൻസീവ് ആയിട്ടോ വലുതായിട്ടോ ഒന്നുമില്ല. സോ റിലയബിലിറ്റി ആൻഡ് സർവീസ് എനിക്ക് തോന്നുന്നു CMFും നത്തിങ്ങും ഒക്കെ വർക്ക് ഓൺ ചെയ്യേണ്ട കാര്യമാണ്. ആ 2 കാര്യങ്ങൾ അസൈഡ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഇറ്റ് ഇസ് ഗുഡ്. എൻ്റെ റെക്കമെൻഡേഷൻ, നിങ്ങളൊരു സിമ്പിൾ കാഷ്വൽ യൂസർ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഫോൺ എടുത്താൽ നല്ല സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസും അത്യാവശ്യം നല്ല പെർഫോമൻസ്, കിഡിലും ബാറ്ററി ലൈഫും കുഴപ്പമില്ലാത്തൊരു ക്യാമറ സിസ്റ്റം കിട്ടും. സോ ദാറ്റ് ഈസ് ഇറ്റ് ഗൈസ്. ശ്രീ ഹിയർ, ലവ് യു. അതൊരു സിമ്പിൾ റിവ്യൂ ആയിട്ട് വെച്ചു. ഹോപ്പ്ഫുള്ളി യു ഗൈസ് ലൈക്ക് ഇറ്റ്. താങ്ക് യു.